നമസ്കാരം ഫ്രണ്ട്സ്, LICയുടെ IPOയുടെ വിശേഷങ്ങളല്ല ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഇപ്പോൾ അതേക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഈ IPOയുടെ മറ്റു ചില സവിശേഷതകൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണണം. കാരണം ഇത് അപേക്ഷിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് പോളിസി ഹോൾഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത്, എംപ്ലോയീസ് അറിഞ്ഞിരിക്കേണ്ടത്, സാധാരണ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ IPOയ്ക്കുണ്ട്. അപ്പോൾ ആ പ്രത്യേക കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ സാധാരണ നിലയിൽ നമ്മളൊരു IPOയെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള പോലെയുള്ള കാര്യങ്ങളല്ല. അത് മറ്റേ വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഉക്രൈൻ റഷ്യ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ അത് അന്താരാഷ്ട്ര രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു ചാഞ്ചാട്ടം കാരണം ഇതിൻ്റെ IPO മാർച്ച് 31 മുമ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരേണ്ടത് മാറ്റിവെക്കുകയായിരുന്നു ഗവൺമെൻറ്. 5% മൊത്തം ഓഹരികളുടെ 5% ഗവൺമെൻറ് ഡിസിൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ, മാർക്കറ്റ് ചാഞ്ചാടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഒരു 5% എന്നുള്ളത് അവരത് കുറച്ചു. ഇപ്പോൾ 3.5% ഓഹരികൾ മാത്രമേ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 21,000 കോടി രൂപയുടെ ഇഷ്യൂ തന്നെയാണിത്. മെയ് 4 മുതൽ 9 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടതായിട്ട് നിരവധി കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വഴിയേ പറയാം. ഞാൻ എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടുന്ന മറ്റു നിരവധി വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ നിലയിൽ പറയാറുള്ള ആ ഒരു നക്ഷലായിട്ട് ഈ ഇഷ്യൂവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ LIC ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ വന്നിരിക്കുന്നത്. 22.13 കോടി ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ കമ്പനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 100% ഓഹരികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതാണ്. ഇപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ, അതായത് 3.5% ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത്. ഇഷ്യൂ കഴിയുമ്പോൾ തീർച്ചയായിട്ടും 96.5% ഓഹരികളായിരിക്കും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത്. അതും പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് വിറ്റഴിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രൈസ് ബാൻഡ് 902, 949 എന്നാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഊഹമായിട്ട് പറഞ്ഞിരുന്നത് 600 രൂപ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും എമൗണ്ട് ആയിരിക്കുന്നതാണ്. പക്ഷേ പലയിടത്തും വായിച്ചത് 2000-ന് മുകളിലായിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 902, 949 എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്ന മറ്റൊരു കാര്യം, 21,000 കോടി ആണ് ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നത് ഇഷ്യൂ വഴി. ഇതിൽ ചില ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അതായത് പോളിസി ഹോൾഡേഴ്സിന് 60 രൂപയും റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും, കൂടാതെ LICയുടെ ജീവനക്കാർക്ക്, നല്ലൊരു ശതമാനം ജീവനക്കാരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജീവനക്കാർക്ക് 45 രൂപ ആണ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് അടുത്ത ഫ്രെയിമുകളിൽ കാണാം. ഈ ഇഷ്യൂ അപ്ലൈ ചെയ്യാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള മറ്റ് IPOകൾ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ പറയുന്നത് പോളിസി ഹോൾഡേഴ്സിൻ്റെ ആ റിസർവേഷനെ കുറിച്ചാണ്. പോളിസി ഹോൾഡേഴ്സിൻ്റെ റിസർവേഷനെ കുറിച്ച് പറയുമ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോളിസി ഹോൾഡേഴ്സിന്, ഒന്നോ അതിലധികമോ പോളിസികൾ ഹോൾഡ് ചെയ്യുന്ന പോളിസി ഹോൾഡേഴ്സിന് ആണ് ഈ റിസർവേഷൻ സൗകര്യം ഉണ്ടായിരിക്കുക. അവർ പാൻ ആയിട്ട് അവരുടെ പോളിസി ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഫെബ്രുവരി 28 കഴിഞ്ഞ ഫെബ്രുവരി 28 മുമ്പായിട്ട് ഈ പാൻ അവരുടെ പോളിസിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളൊരു മസ്റ്റാണ്. അങ്ങനെയുള്ളവർക്കാണ് 60 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഈ പോളിസി ഹോൾഡേഴ്സിന് കിട്ടുന്ന റിസർവേഷൻ കിട്ടുന്നത്. അവർ മാക്സിമം അപ്ലൈ ചെയ്യാവുന്നത് 2 ലക്ഷം രൂപ വരെയുള്ള ഓഹരികളാണ്. ഏകദേശം 210 നമ്പർ ഓഹരികളാണ് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നിങ്ങൾക്കറിയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. അതായത് എനിക്ക് 1, 2, 3 പോളിസികളുണ്ട്, അപ്പോൾ എനിക്ക് അത്രയും ആപ്ലിക്കേഷൻസ് അയക്കാമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. അത് പറ്റില്ല.
ഒരു പാൻ കാർഡിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര പോളിസി ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ പോളിസി ഹോൾഡർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻ നമ്പർ അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പ്ലാനിൽ ആണ് നിങ്ങൾ ഹോൾഡറെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. പോളിസി ഹോൾഡർ ആണ്, പക്ഷേ അത് ഗ്രൂപ്പ് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാമോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് DP അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ആ DP അക്കൗണ്ടിൽ ആ ജോയിൻറ്റ് ഹോൾഡേഴ്സിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ഹോൾഡർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഹോൾഡറുടെ പേരിൽ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹോൾഡർ ആയിരിക്കണം, DPയിലെയും ഫസ്റ്റ് നെയിം കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും കൂടി ജോയിൻ്റ് ആയിട്ട് ഹോൾഡേഴ്സ് ആണ്. രണ്ടുപേർക്ക് സെപ്പറേറ്റ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പോളിസികൾ ഉണ്ടെന്നിരിക്കട്ടെ. ഹസ്ബൻഡിനും പോളിസിയുണ്ട്, വൈഫിനും സെപ്പറേറ്റ് പോളിസിയുണ്ട്. രണ്ടുപേർക്കും കൂടി ജോയിൻ്റ് ആയിട്ട് ഒരു DP അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള DP അക്കൗണ്ടുകൾ വേണം. ജോയിൻ്റ് പോളിസി ആണെങ്കിൽ DP അക്കൗണ്ടും ജോയിൻ്റ് ആണെങ്കിൽ അതിൽ ആദ്യത്തെ പേരുകാരൻ, DP അക്കൗണ്ടിലെ ആദ്യത്തെ പേരുകാരൻ്റെ പേരിൽ അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അതായത് ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാണ്, ഡിമാറ്റ് അക്കൗണ്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ അവർക്ക് പോളിസികൾ സെപ്പറേറ്റ് പോളിസികളാണെങ്കിൽ ആ ഒരു ജോയിൻ്റ് ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നാണ് അവസാനത്തെ ആ പോയിന്റ് പറഞ്ഞത്. പിന്നെ NRIസിന് ഈ പോളിസി ഹോൾഡേഴ്സിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് ആനുവിറ്റി പോളിസി ഹോൾഡർ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിൽ ഒരാൾ മരിച്ചുപോയി, മറ്റേയാൾക്ക് അതിൻ്റെ നോമിനി ആയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആനുവിറ്റി അത് എലിജിബിൾ അല്ല. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ പോളിസി ഹോൾഡർ എന്നുള്ള എലിജിബിലിറ്റിയിലുള്ള ആളുണ്ടല്ലോ, അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ നോമിനികൾക്ക് പോളിസി ഹോൾഡർ എന്നുള്ള ഒരു പദവി കിട്ടുന്നില്ല, അവർ എലിജിബിൾ അല്ല. നോമിനിയാണ് ഞാൻ ആ പോളിസിയിൽ, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആകെ ഇഷ്യൂ ചെയ്യുന്നത് 22.13 കോടി ഓഹരികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 10% ആണ് പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ളത്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് 2.21 കോടി ഓഹരികൾ ആണ് ഇത്തരത്തിൽ പോളിസി ഹോൾഡേഴ്സിന് ആനുകൂല്യങ്ങളോടുകൂടി നൽകുന്നത്. അതിൽ തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചായിരിക്കും അവർക്ക് ലഭിക്കുക. അപ്പോൾ 2.21 കോടി ഓഹരികൾ പോളിസി ഹോൾഡേഴ്സിന് 60 രൂപ ഡിസ്കൗണ്ടിലായിരിക്കും ലഭിക്കുക. അപ്പോൾ 949 അപ്പർ ബാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 60 രൂപ കുറയുമ്പോൾ 889 രൂപയ്ക്കായിരിക്കും പോളിസി ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അവർക്ക് 60 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ 15 ലക്ഷത്തോളം ഓഹരികളാണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട്. LICയുടെ അത് വലിയൊരു ശതമാനം, നല്ലൊരു സംഖ്യ വരും LICയുടെ ജീവനക്കാരെന്ന് പറയുമ്പോൾ. അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. 45 രൂപയാണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 45 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഏകദേശം 15 ലക്ഷം ഓഹരികളാണ് ഈ എംപ്ലോയീസിന് കിട്ടുന്നത്. അപ്പോൾ അത് 904 രൂപയാണ് അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 45 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അവർക്കും 904 റുപ്പീസിനാണ് ഈ ഓഹരികൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ബാക്കിയുള്ള അതാണ് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് 50% ഓഹരികൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ HNIസിന് 15% ഓഹരികളുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് എംപ്ലോയീസും അതുപോലെ പോളിസി ഹോൾഡേഴ്സും അല്ലാത്ത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 35% ഓഹരികളുമാണ് ഇപ്രാവശ്യം LIC കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ LIC ഓഫ് ഇന്ത്യയുടെ ഈ ഇഷ്യൂ
മെയ് 4 മുതൽ 9 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 902, 949 എന്നാണ്. അപ്പോൾ 949 അപ്പർ ബാൻഡായിട്ട് വരിക. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണല്ലോ കമ്പനി, അതിൽ നിന്ന് 3.5% ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത് എന്ന് പറയുമ്പോൾ 22.13 കോടി ഓഹരികൾ, അതായത് 22,13,74,920 ഷെയർസാണ് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ IPOയുടെ സൈസ് നമ്മൾ ഈ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 20,592.61 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണെന്ന് പറയാം. ഇതിൻ്റെ സൈസ് പറയുമ്പോഴത്തേക്കും മിനിമം ഒരാൾ ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 15 ഓഹരികളാണ്. അങ്ങനെ റീറ്റെയിലേഴ്സിന് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 210 ഓഹരികൾ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഒരു ഓഹരിയുടെ വില 10 രൂപയാണ്. 35% റീറ്റെയിലേഴ്സിനുള്ളതെന്ന് നമുക്കറിയാം. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. KFin ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. എല്ലാ പ്രധാന ലീഡ് മാനേജേഴ്സും ഇതിൻ്റെ ലീഡ് മാനേജേഴ്സായിട്ട് വരുന്നുണ്ട്. ആക്സിസ് ക്യാപിറ്റൽ, BOFA സെക്യൂരിറ്റീസ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ്, പിന്നെ ഗോൾഡ്മാൻ സാഷ്, ICICI സെക്യൂരിറ്റീസ്, JP മോർഗൻ, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്, കോട്ടക് മഹീന്ദ്ര, നോമുറ ഫിനാൻഷ്യൽ, SBI ക്യാപിറ്റൽ, ഇതെല്ലാം തന്നെ ലീഡ് മാനേജേഴ്സാണ് LIC ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂവിൻ്റെ. ഇനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം. അലോട്ട്മെൻറ്റ് ഡേറ്റ് വരുന്നത് മെയ് 12 റീഫണ്ട് വരുന്നത് മെയ് 13. ഇനി ഇത് കിട്ടിയവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് മെയ് 16 IPOയുടെ ലിസ്റ്റിംഗ് മെയ് 17. മെയ് 17 ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ അപ്പർ ബാൻഡ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യൂ 6 ലക്ഷം കോടിയാണ് ഈ LICയുടേത്. അപ്പോൾ ഇത് വലിയ ഒരു കമ്പനിയായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതായത് റിലയൻസ്, TCS, HDFC തുടങ്ങിയിട്ടുള്ള വമ്പൻ കമ്പനികളുടെ അതേ നിരയിലേക്കാണ് LIC ഓഫ് ഇന്ത്യ വരുന്നത് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇത് അടുത്ത് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലെല്ലാം തന്നെ ഒരു പ്രധാന ഘടകമായിട്ട് LIC ഓഫ് ഇന്ത്യ മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ വളരെ നിർണായകമായിട്ടുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം. ലിസ്റ്റിങ്ങിൽ സമയത്ത് ഇത് എങ്ങനെ വരും, അല്ലെങ്കിൽ ഇത് വളരെ കുറവായിരിക്കുമോ കൂടിയിരിക്കുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇനിയും LICയുടെ ഇഷ്യൂ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും LIC ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫ്രണ്ട്സ്, LIC ഓഫ് ഇന്ത്യ IPOയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.